നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ഫുട്ബോൾ താരമാണ്. പഴയ വലിയ കളിക്കാരനാണ്. ഒപ്പം തന്നെ പിന്നീട് ഉപജീവനാർത്ഥം ഓട്ടോ ഡ്രൈവറായി. ഓട്ടോ ഡ്രൈവർക്കൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും നടത്തി. ഇപ്പോൾ CPIM-ൻ്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം ഒക്കെയാണ് അദ്ദേഹം. ഒതുങ്ങോട്, പാലക്കാട് നഗരസഭയിലെ ഒതുങ്ങോട് വാർഡിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുകയാണ്. നേരത്തെ കൗൺസിലറായിരുന്നു. അബ്ദുൾ സുക്കൂർ ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ഉള്ളത്. സുക്കൂർക്ക, എങ്ങനെയാണ്, വീണ്ടും മത്സരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും വീണ്ടും മത്സരിക്കുകയാണ്. ജനസേവനമാണല്ലോ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാർട്ടിയുടെ ഒരു നിയോഗമാണ് ഈ കൗൺസിലർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയം ഒരു തൊഴിലായി എടുക്കാതെ മറ്റ് പണിയെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തുടങ്ങിയ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് മുതലല്ല, അതിന് മുമ്പ് തന്നെ നമ്മളെ പല വിധത്തിലുള്ള ജോലികളെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതമൊക്കെ. അതിനുശേഷം നമ്മൾ സമയം കണ്ടെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഒരു ലക്ഷ്യം. ഇപ്പോൾ ഓട്ടോറിക്ഷ എടുത്തിട്ടാണോ വോട്ടർമാരെ കാണാൻ പോകുന്നത്? അല്ല, ജോലീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുമ്പം വോട്ടർമാരെ കാണുമോ? എങ്ങനെയാണ്? അല്ല, ഞാൻ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഓട്ടോറിക്ഷ എടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മുടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് സ്ഥിരമായിട്ട് പോകുന്ന ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് ഇന്നലെ വരെ അതായിരുന്നു. ഇന്ന് വീണ്ടും ഞാൻ പ്രചാരണത്തിന് ഇറങ്ങി. പുറത്തുള്ള വോട്ടർമാരെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. നേരത്തെ ഒതുങ്ങോട് പിന്നെ ഇവിടെ കൗൺസിലറായിരുന്നു. നിലവിൽ അല്ലെങ്കിൽ കൂടി നിലവിൽ ഇദ്ദേഹമാണ് അല്ലേ കൗൺസിലർ? സഹോദരിയാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ മുമ്പത്തെ ടൈമിൽ 34-ാം വാർഡായിരുന്നത്. അന്ന് ഇവിടെ കൗൺസിലറായി മത്സരിച്ച് ജയിച്ചതാണ്. ഈ വാർഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ച ആളാണ്. പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ കിട്ടിയ ചാൻസൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്. അവിടെ CPM-ന് LDF-നെ സംബന്ധിച്ച് 7 സീറ്റ് മാത്രമാണ് നിലവിലുള്ളത്. ഈ പ്രത്യേകിച്ച് കേരളത്തിൽ LDF-ന് നന്നായിട്ട് വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് കൂടിയാണ് ഇങ്ങനെ BJP ഭരിക്കുന്ന ഒരു നഗരസഭ. ഇത്തവണ എന്തായിരിക്കും സാധ്യത? BJPക്ക് ഇപ്രാവശ്യം ഭരണം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അവരുടെ ഈ 10 വർഷക്കാലത്തെ ഭരണം, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമാണ് പറഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു. പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ചത്ര അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പാലക്കാടിൻ്റെ വികസനം ഒരു പ്രധാന വിഷയമാണ്. കോടികൾ മുടക്കി അമൃത് പദ്ധതി നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഈ നാട്ടിലൂടെ സഞ്ചരിച്ചാൽ അറിയാം, അതൊന്നും പ്രാബല്യത്തിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. തമ്മിത്തല്ലും കുതികാൽ വെട്ടുമായി. ഇപ്പോൾ 2 വർഷം എന്തോ ഉള്ളൂ ആദ്യത്തെ ചെയർപേഴ്സൺ. അത് കഴിഞ്ഞ് ആ ചെയർപേഴ്സണെ മാറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവർ ഭരണത്തിൽ ഏറുക എന്നുള്ളത് അഴിമതി നടത്താൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി അഴിമതി നടത്തുക എന്നുള്ളൊരു ലക്ഷ്യമുള്ളൂ. നാടിൻ്റെ വികസനമൊന്നും അവർക്കൊരു ചർച്ചാ വിഷയമല്ല. അതിനൊന്നും അവർ പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ കൗൺസിലറൊക്കെ ഏറ്റവും കൂടുതൽ ഈ BJPക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി നിയമം നടപ്പിലാക്കിയപ്പോൾ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച് വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി പാലക്കാട് നഗരത്തിൽ. പ്രമേയം അവതരിപ്പിച്ചു BJPക്ക് എതിരായിട്ട്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായിട്ടുള്ള പ്രമേയം കൗൺസിലിൽ ആദ്യമായിട്ട്, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ആ കൗൺസിലിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ ചൊല്ലിയുണ്ടായ വിഷയങ്ങളൊക്കെ ഒരുപാട് പ്രക്ഷോഭ സമരങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങളുടെ MLA കണ്ടിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ ഇനി നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമോ? MLA ഒളിവിലാണ്. നമ്മുടെ പാലക്കാടുകാരൻ്റെ ഒരു പരോഗതി എന്ന് തന്നെ പറയാം. അതായത് ഒരു MLA ഉണ്ടായിട്ട് ആ MLA ഒളിവിൽ പോവുക, കുറച്ചു കാലം ഒളിവിൽ പോയി, ഇപ്പോൾ വീണ്ടും വന്നു, വീണ്ടും ഒളിവിൽ പോവുക. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് പാലക്കാട്ടുകാരുടെ. ഇങ്ങനെ വോട്ട് ചെയ്ത ആളുകളെ കബളിപ്പിച്ച് നടക്കുന്ന ഒരു MLA. എന്താ ഇതിന് മറുപടി പറയാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരു നാണക്കേടാണ്. നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും രാഷ്ട്രീയത്തിനൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് ഒരിക്കലും തൊട്ട് തീണ്ടാത്ത ഒരാളാണ് ഇവിടുത്തെ MLA വന്നത്. അത് പാലക്കാടുകാരുടെ ഒരു നിർഭാഗ്യമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമൊക്കെ കൊടുത്തു. എന്നിട്ട് എന്താ കാര്യം? MLA കാണാൻ ഇപ്പോൾ കഴിയില്ലല്ലോ. ഇപ്പോൾ അടുത്ത് ജയിലിൽ പോകും. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. MLA കാണാൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരുമല്ലേ? തീർച്ചയായിട്ടും പാലക്കാടത്തെ ജനങ്ങൾ അതും കൂടി അവർക്ക് അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. ഇനിയിപ്പോൾ MLA കാണാൻ അവരുടെ ഒരു ഒപ്പ് വാങ്ങിക്കണം പറഞ്ഞാൽ ജയിലിൽ പോയി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. മറ്റൊന്ന്, ഈ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അത് നിങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുമ്പോൾ 2 പേരാണ്. BJP ആണ്. BJPയുടെ പറഞ്ഞു ഇവിടെ വിഭാഗീയതയുണ്ട്. ഒപ്പം തന്നെ പക്ഷേ ഇത് കോൺഗ്രസിന് പാലക്കാട് വലിയ തിരിച്ചടിയാവുമോ? തീർച്ചയായിട്ടും വലിയ തിരിച്ചടി മാത്രമല്ല, അവർ BJPക്കെതിരായിട്ട് വലിയ ഞങ്ങളാണ് ബദൽ എന്ന് പറയും. അത് നിങ്ങൾ ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് നോക്കിയാൽ മതി, എല്ലാ വാർഡിലും അവർക്ക് റിബലാണ്. ഇവരെങ്ങനെയാണ് BJP എതിർക്കാൻ പോവുക? CPM-നെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അവർ പ്രവർത്തനത്തിന് ഇറങ്ങി. നിങ്ങൾ ഈ അടുത്ത വാർഡിൽ, ഇപ്പോൾ തൊട്ടടുത്ത വാർഡുണ്ട്, അതിൻ്റെ അപ്പുറത്തെ വാർഡുണ്ട്, എല്ലാവിടെയും ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാവും, ഒരു ബദൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. ഇവരാണ് BJPയെ എതിർക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. അതിനിടയിലാണ് മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയവും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ പഴയ ഫുട്ബോൾ താരമാണ്. ഇപ്പോഴും കളിക്കാറുണ്ടോ?
ഇപ്പോൾ കളിയില്ല. കളി പറഞ്ഞാൽ അന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലൊടിഞ്ഞു പോയപ്പോൾ അങ്ങനെ കളി നിർത്തി. ആ നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തടിയും വെച്ചു. ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. അത് എന്തായിരുന്നു പ്രതിരോധമാണോ അല്ല മുന്നേറ്റ? ഞാൻ ഫോർവേഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ അവിടെ ടീമൊക്കെ ഉണ്ടായിരുന്നു. സാഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിരവധി മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നിരവധി കപ്പുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശികമായിട്ട് ജില്ലാതലത്തിലൊന്നും നമുക്ക് കളിക്കാനുള്ള അവസരം ഒന്നും ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായ പ്രയാസം ഉണ്ടായിരുന്നു. ബൂട്ട് വാങ്ങിക്കാനുള്ള കാശില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അന്നൊന്നും കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല നമ്മുടെ ആൾക്കാർ. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ബൂട്ടില്ല പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാൻ, ഇപ്പോൾ ഫുട്ബോളില്ല പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ ആ കളിയോടുള്ള സ്നേഹമാണ്. അപ്പോൾ എന്തായാലും കപ്പടിച്ച ഫുട്ബോൾ താരം ഇനിയും കപ്പടിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും. ഓക്കെ. അബ്ദുൽ സുക്കൂറാണ് അദ്ദേഹം. വലിയ പ്രതീക്ഷയാണ്. മറ്റൊന്ന് പാലക്കാട് MLA കാണാൻ ഇനി ജയിലിൽ പോകേണ്ടി വരുമെന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നു. BJP ഇനി പാലക്കാട് നഗരസഭ ഭരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. BJPക്ക് എങ്ങനെയാണ് കോൺഗ്രസ് പാലക്കാട് ബദലാവുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, പാലക്കാട്.